Good morning, dear students. All the students are there. How are you all? Warm welcome to the new academic year. I hope you all are stay safe at your home. Due to this pandemic situation, we are going to have classes in this manner. Okay, it is me, Nusaiba Miss. So I am here to take today's English classes. So I will be with you next 30 minutes. So get ready with your textbook. Okay, now shall we have a quick look at our textbook? Have you got the textbook? I think you got it. Okay, you can look your English textbook. This textbook have four sections. Totally we have four parts. The first section is poetry. Then second section is short stories. The third section is prose. The last and fourth section is one act play. Now let us discuss the first section, poetry. In this section, here we have 7 poems. One is Sonnet 29 by William Shakespeare, Then Ode to Autumn, A Roadside Stand, The House of My Childhood, Old Folks Laugh, Once Upon a Time, and The Times They Are Changing. These are the poems. Okay, now let us discuss the first poem titled Sonnet 29 by William Shakespeare. Have you heard about William Shakespeare in the previous classes? I hope you have heard about William Shakespeare. First of all, let us go through the introduction. Take your textbook at the page number 3. Here we can see the introduction. William Shakespeare. William Shakespeare, 1564 to 1616, was an English poet, playwright and actor. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കവിയും നാടകകൃത്തും അഭിനേതാവുമായിരുന്നു. ഹി ഈസ് റിഗാർഡഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഏറ്റവും മഹാനായ എഴുത്തുകാരനായാണ് അദ്ദേഹത്തെ കരുതപ്പെടുന്നത്. He is considered as the most important dramatist in the world. He is often called as England's national poet and bard of Avon. അദ്ദേഹത്തെ ഇംഗ്ലീഷിൻ്റെ ദേശീയ കവിയെന്നും ബാർഡ് ഓഫ് ഏവൻ എന്നും വിളിക്കുന്നു. He was born in Stratford-on-Avon. Stratford-on-Avon എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹിസ് പാരൻസ് were ജോൺ ഷേക്സ്പിയർ ആൻഡ് മേരി ആഡൻ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജോൺ ഷേക്സ്പിയറും മേരി ആഡനും ആയിരുന്നു. ഷേക്സ്പിയർ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ദ കിങ് എഡ്വാർഡ് ഫോർത്ത് ഗ്രാമർ സ്കൂൾ അറ്റ് സ്ട്രാറ്റ്ഫോർഡ്. സ്ട്രാറ്റ്ഫോർഡിലുള്ള കിങ് എഡ്വാർഡ് ഫോർ ഗ്രാമർ സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. There he studied Latin and Greek and read the Roman dramatist. അദ്ദേഹം അവിടെ ലാറ്റിൻ ഭാഷയും ഗ്രീക്കും പഠിച്ചു. അതുപോലെ തന്നെ റോമൻ നാടകകൃത്തുക്കളുടെ കൃതികളും അദ്ദേഹം അവിടെ പഠിച്ചു. അറ്റ് 18 വയസ്സിൽ അദ്ദേഹം ഹി മാരീഡ് ആനി ഹാത്വേ. അദ്ദേഹം ആനി ഹാത്വേ എന്ന യുവതിയെ വിവാഹം ചെയ്തു. ആഫ്റ്റർ ഹിസ് മാരേജ് ആൻഡ് ബർത്ത് ഓഫ് ഹിസ് ചിൽഡ്രൻ, അദ്ദേഹം തൻ്റെ വിവാഹത്തിന് ശേഷം കുട്ടികളുടെ ജനനത്തിന് ശേഷം ഹി മൂവ്ഡ് ടു ലണ്ടൻ. അദ്ദേഹം എങ്ങോട്ട് പോയി? ലണ്ടനിലേക്ക് പോയി. ഹി സ്റ്റാർട്ടഡ് ആസ് എ സ്മാൾ ആക്ടർ ആൻഡ് ലേറ്റർ ബിക്കം എ പ്ലേ റൈറ്റ് ആൻഡ് പ്രൊഡ്യൂസർ ഓഫ് പ്ലേസ്. അവിടെയാണ് വളരെ ചെറിയ ഒരു അഭിനേതാവായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് ഒരു നാടകകൃത്തും നാടകങ്ങളുടെ നിർമ്മാതാവും ആയത്. ഓക്കെ, ദ സെക്കൻഡ് പാരഗ്രാഫ്. വില്യം ഷേക്സ്പിയർ ഹാസ് റിട്ടൺ മോർ ദാൻ 30 പ്ലേസ്. അദ്ദേഹം 30-ലേറെ കൃതികൾ എഴുതിയിട്ടുണ്ട്. ദേ ആർ സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദ വെസ്റ്റേൺ ലിറ്ററേച്ചർ. ദ പ്ലേസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ ഹാവ് എൻ റെപ്യൂട്ടേഷൻ ഓഫ് ബീയിങ് എമംഗ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ദ വെസ്റ്റേൺ ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ
എഴുത്തുകൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലും പാശ്ചാത്യ സാഹിത്യത്തിലും ഏറ്റവും മികച്ച നാടകങ്ങളാണ്. Traditionally, the plays are divided into genres of tragedy, history and comedy. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പ്രധാനമായും ജനറീസ് മീൻസ് കാറ്റഗറിയായി 3 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രാജഡി, ദെൻ ഹിസ്റ്ററി ആൻഡ് കോമഡി. അല്ലേ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഇതിൽ ട്രാജഡിയാണ്. Shakespearean tragedies are most significant and discussed plays during the 19th and 20th century, especially in the field of literary criticism. ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ട്രാജഡികളാണ്. ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ സാഹിത്യ നിരൂപണത്തിൽ ഏറ്റവും അധികം വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ട്രാജഡികളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ 4 ട്രാജഡികളാണ്. ഹിസ് ട്രാജഡീസ് ഇൻക്ലൂഡ് ഹാംലെറ്റ് 1603, ദെൻ ഒഥല്ലോ 1923, ദെൻ കിങ് ലിയർ 1608 ആൻഡ് ദ മാക്ബത്ത് 1623. ഇത്രയും ഈ 4 ട്രാജഡികളാണ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ട്രാജഡീസ് ആർ പ്രൈമറിലി കൺസേൺഡ് വിത്ത് ട്രാജിക് ഹീറോ ആൻഡ് ട്രാജിക് ഫ്ലോ. അദ്ദേഹത്തിൻ്റെ ട്രാജഡികൾ അതിലെ നായകനെ പറ്റിയും നായകൻ്റെ എന്തെങ്കിലും പോരായ്മയെ പറ്റിയുമാണ് വിവരിച്ചിരുന്നത്. The fundamental tragic trait of Shakespearean hero or protagonist, his interest, passion or particular habit of mind that leads to his downfall. അദ്ദേഹത്തിൻ്റെ നായകന് എന്തെങ്കിലും ഇഷ്ടങ്ങളോ അതുപോലെ തന്നെ അനിഷ്ടങ്ങളോ സ്വഭാവ രീതികളോ ഉണ്ടായിരിക്കും. ആ പ്രത്യേകതകളാണ് നായകനെ പിന്നീട് ദുരന്തത്തിലേക്ക് നയിച്ചിരുന്നത്. His tragic flaws, which is the key feature of the Shakespearean tragedies. നായകനെ ദുരന്തത്തിലേക്ക് നയിക്കുന്ന പ്രത്യേകതകളാണ് ഷേക്സ്പിയറിൻ്റെ ട്രാജഡികളിലെ പ്രധാനപ്പെട്ട പ്രമേയം തന്നെ. അദ്ദേഹത്തിൻ്റെ ട്രാജഡികളിലെ പ്രധാനപ്പെട്ട തീം തന്നെ എന്തായിരിക്കും? ദ ട്രാജിക് ഫ്ലോ ആയിരിക്കും. നായകനെ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ആ ഒരു പ്രത്യേകതയായിരിക്കും അദ്ദേഹത്തിൻ്റെ ട്രാജഡികളിലെ പ്രധാനപ്പെട്ട തീം. Then the next paragraph. Shakespeare has also written 154 sonnet. ഷേക്സ്പിയർ സോണറ്റ് 154 സോണറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് സോണറ്റ്? എ സോണറ്റ് ഈസ് എ ലിറിക് പോയം ഓഫ് 14 lines written in a single stanza. എന്താണ് സോണറ്റ് എന്ന് ചോദിച്ചാൽ എ സോണറ്റ് ഈസ് എ ലിറിക് പോയം. അല്ലേ, ഒരു ശ്ലോകമാണിത്. ഓഫ് 14 lines 14 വരികളുള്ള റിട്ടൺ ഇൻ സിംഗിൾ സ്റ്റാൻസ, ഒരൊറ്റ സ്റ്റാൻസയായിട്ടാണ് ഇത് എഴുതുന്നത്. ദ ലൈൻസ് ആർ ലിങ്ക്ഡ് വിത്ത് ബൈ ആൻ ഇൻട്രിക്കേറ്റ് റൈമിംഗ് സ്കീം. ഈ ലൈൻസ് എല്ലാം പരസ്പര ബന്ധിതമാണ്. എങ്ങനെ? ബൈ ആൻ ഇൻട്രിക്കേറ്റ് റൈമിംഗ് സ്കീം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റൈം സ്കീമുമായിട്ടാണ് അത് ലിങ്ക് ചെയ്യപ്പെടുന്നത്. 2 different rhyme schemes are practiced in sonnet written in English language. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സോണറ്റിൽ പ്രധാനമായും 2 റൈം സ്കീമുകളാണ് ഉണ്ടാകുന്നത്. വൺ ഈസ് പെട്രാർക്കൻ സോണറ്റ്, നെയ്മഡ് ഓഫ് ദ 14th century ഇറ്റാലിയൻ പോയറ്റ് പെട്രാർക്ക്. അല്ലേ, അതേതാണ്? പെട്രാർക്കൻ സോണറ്റാണ്. അത് പെട്രാർക്ക് 14ാം നൂറ്റാണ്ടിലെ ഒരു ഇറ്റാലിയൻ കവിയായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു പേര് വന്നത്. പെട്രാർക്കൻ സോണറ്റ് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. അല്ലേ, വിച്ച് റൈംസ് ആർ എ ബി ബി എ ഇൻ ദ ഫസ്റ്റ് 8 lines. അല്ലേ, ആദ്യത്തെ 8 വരികളിൽ എ ബി ബി എ എന്നുള്ള റൈം സ്കീമായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ഒക്ടേവ്. ദെൻ സി ഡി ഇ ഇൻ ദ സെക്കൻഡ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിൽ എങ്ങനെയായിരിക്കും? സി ഡി ഇ എന്ന റൈം സ്കീമായിരിക്കും. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് റൈം സ്കീം ഓഫ് ദ ക്വാർട്രെയിൻസ്. അല്ലേ, ആദ്യത്തെ 8 വരികളാണ് ഒക്ടേവ്, ബാക്കിയുള്ള 6 വരികൾ സെസ്റ്ററ്റാണ്. ഒക്ടേവിലെ പ്രാസം എ ബി ബി എ എന്നും
സെസ്റ്ററ്റിലെ പ്രാസം CDE CDU എന്നുമാണ്. എന്നാൽ മറ്റേ തരത്തിലുള്ള സോണറ്റുകളിൽ രണ്ട് തരത്തിലുള്ള സോണറ്റ് പറഞ്ഞു. ഇനി ആദ്യം പറഞ്ഞതാണിത്. വൺ ഈസ് ദ പെട്രാർക്കൻ സോണറ്റ്. ഇനി രണ്ടാമത്തെ ടൈപ്പ്, ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ദ സോണറ്റ്, അതിലെങ്ങനെയായിരിക്കും? ആദ്യത്തെ 12 വരികൾ റൈം സ്കീം ഓഫ് ദ ക്വാർട്ടറീൻസ് AB CD EF എന്നായിരിക്കും. അതിൽ രണ്ടാമത്തത് ദ കപ്ലറ്റ് ഹാസ് റൈം സ്കീം ഓഫ് GG രണ്ടാമത്തെ ദ 2 ഐറ്റം ഓഫ് സെയിം കീം. കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ 2 ഐറ്റം ഓഫ് സെയിം തിങ് ഇവിടെ രണ്ടാമത്തതിൻ്റെ എങ്ങനെയായിരിക്കും? രണ്ടാമത്തതിൻ്റെ ഭാഗം പിന്നത്തെ 2 വരികൾ കപ്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 12 വരികൾ 3 ശ്ലോകങ്ങളായി തിരിച്ചിരിക്കും. ബാക്കിയുള്ള അവസാനമുള്ള 2 വരികൾ കപ്ലറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. The sonnet structure is commonly called as the English sonnet or Shakespearean sonnet. ഈ സോണറ്റിൻ്റെ സ്ട്രക്ചർ പ്രധാനമായും 2 രീതിയിലാണ് പറയപ്പെടുന്നത്. ഒന്ന് ഇംഗ്ലീഷ് സോണറ്റ് ഓർ ഷേക്സ്പീരിയൻ സോണറ്റ് എന്നും അറിയപ്പെടുന്നു. There are 40 lines in a Shakespearean sonnet. ഷേക്സ്പീരിയൻ സോണറ്റിൽ പ്രധാനമായും 14 വരികളായിരിക്കും ഉണ്ടായിരിക്കുക. ഷേക്സ്പിയറിൻ്റെ സോണറ്റുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെയധികം എടുത്തു പറയാവുന്ന കുറച്ച് സോണറ്റുകൾ നമുക്ക് കാണാം. There are 14 lines in Shakespearean sonnet. ഷേക്സ്പിയറിയൻ സോണറ്റിൽ 14 വരികളുണ്ടായിരിക്കും. The first 12 lines are divided into 3 quatrains. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ 12 വരികൾ 3 എണ്ണമായിട്ട് 3 വിഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോന്നിലും 4 വരികൾ ഉണ്ടായിരിക്കും. ഇത് 3 quatrains ഈ 3 quatrainസിലൂടെ ദ പോയറ്റ് എസ്റ്റാബ്ലിഷസ് എ തീം. പോയറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവതരിപ്പിക്കും. ഓർ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തീം അവതരിപ്പിക്കും. ദെൻ റിസോൾവ്സ് ഇറ്റ് ഇൻ ദ ഫൈനൽ 2 lines. അങ്ങനെ അവസാനം തന്നിരിക്കുന്ന കപ്ലറ്റിലൂടെ നമ്മൾ ആദ്യം പറഞ്ഞ 12 വരികൾക്ക് ശേഷമുള്ള ആ 2 വരികളിലൂടെ കപ്ലറ്റിലൂടെ എന്ത് ചെയ്യും? റിസോൾവ്സ് ദാറ്റ് പ്രോബ്ലം. ദ ഫൈനൽ 2 lines കോൾഡ് കപ്ലറ്റ്. അവസാനത്തെ ലൈനിലൂടെ തൻ്റെ അവതരിപ്പിച്ച പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയും ചെയ്യും. ഇതാണ് സോണറ്റ്. ഷേക്സ്പിയർ ആകെ 154 സോണറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോണറ്റുകളാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. The sonnets are Shakespeare's most popular works. The most famous among them are Sonnet 18. ഷേക്സ്പിയറിൻ്റെ സോണറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും മഹത്തായത് സോണറ്റ് 18. അതേതാണ്? Shall I compare thee to the summer's day? Then sonnet 116. Let me know to be the marriage of true minds. Then the sonnet 73. That time of year thou mayst in me behold. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സോണറ്റുകളാണ്. മോസ്റ്റ് ഓഫ് ഈ സോണറ്റ്സ് ആർ അഡ്രസ്ഡ് ടു ഐദർ എ യങ് മാൻ ഓർ ഡാർക്ക് ലേഡി. അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ സോണറ്റിലും ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഒന്നുകിൽ ഐദർ ടു എ യങ് മാൻ, ഒരു ചെറുപ്പക്കാരനെയോ, അല്ലെങ്കിൽ ഒരു കറുത്ത സ്ത്രീയെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഈ സോണറ്റ്സ് ദോ വൈഡ് റേഞ്ചിങ് ഇൻ തീംസ്. അദ്ദേഹത്തിൻ്റെ സോണറ്റിൽ വളരെ വിശാലമായ രീതിയിൽ, വളരെ വ്യത്യാസമുള്ള രീതിയിൽ എന്താണ് തീമുകൾ കാണാം. ഫോക്കസ് പ്രിഡോമിനൻ്റ്ലി ഓൺ ലവ്. മെയിൻലി ഓൺ ലവ്. പ്രധാനമായും സ്നേഹം, അതുപോലെ തന്നെ ട്രാൻസയൻസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നൈമിഷികത. ട്രാൻസയൻസ് മീൻസ് ഷോർട്ട് ലിവ്ഡ് എന്നുള്ള അർത്ഥം. ആൻഡ് ദ ബ്യൂട്ടി ആൻഡ് ദ വർക്കിംഗ്സ് ഓഫ് ഡിസയർ. ആഗ്രഹങ്ങളുടെ പ്രവർത്തികൾ, അതുപോലെ തന്നെ ബ്യൂട്ടി, സൗന്ദര്യം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സോണറ്റിലെ പ്രധാനപ്പെട്ട തീമുകൾ. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു ടെക്സ്റ്റിൽ ഓരോ ഇൻട്രൊഡക്ഷനിലും ആദ്യം എഴുതിയ പോയറ്റിനെ കുറിച്ചൊന്ന് വിവരണം നൽകും. പിന്നീട്
ആ ഒരു പോയത്തിലുള്ള തീമിനെ കുറിച്ച് പറയും. അവസാനം അല്ലേ, ആ കോർ തീമായിരിക്കും അവസാനത്തെ ഒരു പാരഗ്രാഫിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇൻട്രൊഡക്ഷനിൽ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. Sonnet 29 shows the poet at his most insecure and troubled situation. Sonnet 29 നമുക്ക് കാണാം ഷോസ് ദ പോയറ്റ് അല്ലേ, പോയറ്റിനെ നമുക്ക് കാണാം അറ്റ് ഹിസ് മോസ്റ്റ് ഇൻസെക്യൂർ ആൻഡ് ട്രബിൾഡ് സിറ്റുവേഷൻ. അദ്ദേഹം അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥയിലും വേദനയിലുമാണ് കാണുന്നത്. ഹി പ്രസൻറ്റ് ഹിംസെൽഫ് ഇൻ എ ഡെസ്പിക്കേബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്നത്? ഡെസ്പിക്കേബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഹേറ്റ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് തന്നെ എന്താണ്, വളരെയധികം വെറുപ്പ് തോന്നുകയാണ്. ഹി ഹാസ് ഫാളൻ ഫ്രം ഗ്രേസ് അല്ലേ, അദ്ദേഹം എവിടേക്ക് വീണതാണ്? നിരാശയിലേക്ക് വീണതാണ്. ഹി ഹാസ് ഫാളൻ ഫ്രം ഗ്രേസ് ആൻഡ് ഫീൽ സോ മച്ച് ഡിപ്രസ്ഡ്. അദ്ദേഹം നല്ലൊരവസ്ഥയിൽ നിന്ന് താഴേക്ക് വീണതാണ് അല്ലേ, നിരാശയുടെ ഗർത്തത്തിൽ അദ്ദേഹം വീണിരിക്കുകയാണ്. ആൻഡ് സോ മച്ച് ഡിപ്രസ്ഡ്, വളരെയധികം നിരാശയിലാണ് അദ്ദേഹം. ഹി ആൾസോ ഫീൽസ് അൺലക്കി അല്ലേ, അദ്ദേഹത്തിന് എന്ത് തോന്നുന്നുണ്ട്? അദ്ദേഹം വളരെയധികം നിർഭാഗ്യവാനാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഷെയ്മഡ് ആൻഡ് ഫിയേഴ്സ്ലി ജലസ് ഓഫ് ദോസ് എറൗണ്ട് ഹിം. അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നുണ്ട്, നിർഭാഗ്യവാനാണെന്ന് തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരോട് അസൂയ തോന്നുന്നുണ്ട്. ഈ ഒരൊറ്റ പാരഗ്രാഫ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ആ ഒരു സോണറ്റിൻ്റെ പ്രധാനപ്പെട്ട തീം നിങ്ങൾക്ക് കിട്ടും. വാട്ട് കോസസ് ദ പോയറ്റ് ആംഗിഷ് വിൽ റിമെയിൻ ഇൻ മിസ്റ്ററി. ചുറ്റുമുള്ളവരോട് അസൂയ തോന്നാനും അതുപോലെ തന്നെ നാണക്കേട് തോന്നാനും നിർഭാഗ്യവാനെന്ന് തോന്നാനും ഒക്കെ അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല അല്ലേ. വാട്ട് കോസസ് ദ പോയറ്റ് ആംഗ്വിഷ് അല്ലേ, പോയറ്റിൻ്റെ ഈ ഒരു ഗ്രേറ്റ് പെയിൻ വിൽ റിമെയിൻ എ മിസ്റ്ററി, ഒരു നിഗൂഢതയാണത്. എന്താണതെന്ന് നമുക്ക് അറിയില്ല, ഒരു സീക്രട്ടാണ്. ആസ് വിൽ ദ ആൻസർ ടു വെദർ ദ സോണറ്റ്സ് ആർ ഓട്ടോബയോഗ്രഫിക്കൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സോണറ്റുകളിൽ ആത്മകഥാംശങ്ങൾ ഉണ്ടോ എന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളാണോ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ എഴുതിപ്പിച്ചത് എന്ന് അറിയില്ല. ഇൻ ദ ലേറ്റർ ഹാഫ് ഓഫ് ദ പോയം, എന്നാൽ കവിതയുടെ അവസാനം അല്ലേ, ലേറ്റർ ഹാഫിലെ അതിൻ്റെ അവസാന പകുതിയിൽ ദ സ്പീക്കർ ഹാപ്പൻസ് ടു ചിയർ അപ്പ് തിങ്കിങ് ഓഫ് സംവൺ അല്ലേ, പോയറ്റ് ആരൊക്കെയോ ചിന്തിച്ചുകൊണ്ട് സന്തോഷവാനാകാൻ ശ്രമിക്കുന്നുണ്ട്. All is not lost, for the sonnet ends in a positive affirmation that poet can combat his anguish with sweet love of his dear friend. തൻ്റെ സുഹൃത്തിൻ്റെ സ്നേഹസഹായത്താൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കവിതയുടെ അവസാനത്തിൽ കവിക്ക് വരുന്നു. മെമ്മറീസ് ഓഫ് ദ സ്വീറ്റ് ലവ് മോട്ടിവേറ്റഡ് ഹിം ടു റിമെയിൻ ഹോപ്പ്ഫുൾ. ആ ഒരു സുഹൃത്തിൻ്റെ ഓർമ്മകളാണ് അദ്ദേഹത്തെ ശുഭാപ്തി വിശ്വാസിയാക്കുന്നതും അതുപോലെ തന്നെ സന്തോഷവാനാക്കുന്നതും. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ഡിപ്രസ്ഡ് ആണ് അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്, നിർഭാഗ്യവാനാണെന്ന് തോന്നുന്നുണ്ട്, ചുറ്റുമുള്ളവരോട് അസൂയ തോന്നുന്നുണ്ട്. പക്ഷേ കവിതയുടെ അവസാനം അദ്ദേഹം ആരെയൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിൻ്റെ ഓർമ്മയിൽ അദ്ദേഹം എന്താണ്, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. ഇത് തന്നെയാണ് ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യം 12 വരികളിലൂടെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയും അവസാനത്തെ കപ്ലറ്റിലൂടെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പം ഇത്രയും ആണ് അല്ലേ. എത്ര പാരഗ്രാഫുകളിലായിട്ടാണ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ളത്? 5 പാരഗ്രാഫുകളായി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ പാരഗ്രാഫാണ്. അതിൽ ആ പോയത്തിൻ്റെ മുഴുവൻ തീമും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. Sonnet 29. When in disgrace with fortune and men's eyes, I all alone beweave my outcast state, and trouble deaf heaven with my bootless cries.
and look upon myself and curse my fate. Wishing me like to one more rich in hope. അപ്പോൾ when in disgrace with fortune and men's eyes, അല്ലേ, ആസ് എ സോഷ്യൽ ഔട്ട്കാസ്റ്റ് ഐ വീപ്പ് ഓൾ അലോൺ ഓവർ മൈ പൊസിഷൻ. ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന് നിരാശ തോന്നുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ തോന്നുന്നത്? ആസ് എ സോഷ്യൽ ഔട്ട്കാസ്റ്റ്, സമൂഹം തിരസ്കരിച്ച ഒഴിവാക്കിയ ഒരാളെന്ന നിലയിൽ ഐ വീപ്പ് ഓൾ എലോൺ മൈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ്, അല്ലേ, എൻ്റെ ദുരവസ്ഥയിൽ ഞാൻ ദുഃഖിക്കുകയാണ്. ആൻഡ് ട്രബിൾ ഡഫ് ഹെവൻ വിത്ത് മൈ ബൂട്ട്ലെസ് ക്രൈസ്. ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു, അല്ലേ, ഐ ക്രൈ ടു ഹെവൻ ബട്ട് മൈ ക്രൈസ് ആർ നോട്ട് ഹേർഡ് ബൈ ഗോഡ്, അല്ലേ, എൻ്റെ കരച്ചിൽ ആര് കേൾക്കുന്നില്ല? ദൈവം കേൾക്കുന്നില്ല. ബൂട്ട്ലെസ് ക്രൈസ് ആണ്. എൻ്റെ പ്രാർത്ഥന ദൈവം ചെവിക്കൊണ്ടില്ല. ആൻഡ് ലുക്ക് അപ്പോൺ മൈസെൽഫ് ആൻഡ് കേഴ്സ് മൈ ഫേറ്റ്. ഐ ലുക്ക് അറ്റ് മൈസെൽഫ് ആൻഡ് കേഴ്സ് മൈ ഫേറ്റ്. ഞാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ട് എൻ്റെ വിധിയെ ശപിക്കുകയാണ്. ആൻഡ് വിഷിംഗ് മീ ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്. ഐ വിഷ് ഐ ഹാഡ് മോർ ഹോപ്പ് സോ ദാറ്റ് ഐ ഡോണ്ട് ഫീൽ സോ മിസറബിൾ അബൌട്ട് മൈ പ്രസൻറ്റ് സിറ്റുവേഷൻ. അല്ലേ, എനിക്ക് കൂടുതൽ വിശ്വാസവും ശരണവും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇത്ര ദുഃഖം തോന്നുകയില്ലായിരുന്നു. ഇൻ ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫേവേർഡ് ബൈ മെൻ ആൻഡ് ഫോർച്യൂൺ. എനിക്ക് സ്വത്തുമില്ല, അതുപോലെ തന്നെ ആരുടെയും ഇഷ്ടവുമില്ല. ബിവീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വിതുമ്പുകയാണ്. ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഔട്ട്കാസ്റ്റ് സിറ്റുവേഷനാണ്, അല്ലേ. നമ്മൾ ഈ ഒരു സമൂഹം പുറത്താക്കിയ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത്. സമൂഹം ഒഴിവാക്കിയ ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അവസ്ഥയിൽ വളരെയധികം ദുഃഖിക്കുന്നു. ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥന അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ നോക്കി ശപിക്കുകയാണ്. എനിക്ക് വിശ്വാസവും ശരണവും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ എനിക്കിത്ര ദുഃഖം ഉണ്ടാവില്ലായിരുന്നു. അതാണ് വിഷിംഗ് മീ ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്. ദെൻ ഫീച്ചേർഡ് ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്. ഞാൻ ആഗ്രഹിക്കുകയാണ് ഫീച്ചേർഡ് ലൈക്ക് ഹിം, അല്ലേ, അവനെപ്പോലെ ആയിരുന്നെങ്കിൽ, അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് സം അതർ മോർ അട്രാക്റ്റീവ് ആൻഡ് ലക്കിയർ മാൻ, അല്ലേ. ഫിസിക്കൽ ബ്യൂട്ടിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ. മറ്റുള്ള ഒരാൾക്കുള്ള ആ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ദ സ്പീക്കർ ഫൈൻ ഹിംസെൽഫ് എൻവൈയിങ് വാട്ട് അതേഴ്സ് ഹാവ്. മറ്റുള്ളവർക്ക് എന്തൊക്കെയോ ഉണ്ട്, അതിലൊക്കെ അദ്ദേഹം അസൂയപ്പെടുകയാണ്. ആൻഡ് ഹി സീസ് ആൾമോസ്റ്റ് എവറി വൺ ആസ് ഹാവിങ് സംതിങ് ഹി ലാക്സ്. He wishes to be like one more rich in hope, perhaps meaning hopeful or literally wealthy. അദ്ദേഹം മറ്റുള്ളവർക്കുണ്ടായിരുന്ന ആ ഒരു സമ്പത്തും സ്വത്തുമൊക്കെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആശിക്കുകയാണ്. ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്, അല്ലേ. ആരെ പോലെ ആയിരിക്കുകയാണ്? ഐ വിഷ് ഐ ഹാഡ് ദിസ് മാൻസ് എബിലിറ്റി. എനിക്കും ഈ ഒരു മനുഷ്യനെ പോലെ എല്ലാ കഴിവുകളും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. എന്തെല്ലാമാണ് അദ്ദേഹം ആശിക്കുന്നത്? ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്, അല്ലേ. എൻ്റെ കൂട്ടുകാർ എൻ്റെ ചുറ്റും കൂടി നിന്ന് എന്നെ ആഹ്ലാദിപ്പിച്ചെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. അതുപോലെ തന്നെ ഡിസൈറിങ് ദിസ് മാൻസ് ആർട്ട് ആൻഡ് ദാറ്റ്സ് മാൻസ് സ്കോപ്പ്. ഈ ഒരു മനുഷ്യൻ്റെ കഴിവും ആ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിരുന്നെങ്കിൽ. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫ്രീഡം, അല്ലേ. ഈ ഒരു മനുഷ്യൻ്റെ കഴിവും, അല്ലേ, ഡിസൈറിങ് ദിസ് മാൻസ് ആർട്ട്, ഈ ഒരു മനുഷ്യൻ്റെ കഴിവും അതുപോലെ തന്നെ ആ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിരുന്നെങ്കിൽ. വിത്ത് വാട്ട് അറ്റ് ഐ മോസ്റ്റ് എൻജോയ് ദ കണ്ടൻറ്റഡ് ലീസ്റ്റ്, അല്ലേ. ഞാൻ പണ്ട് ആസ്വദിച്ചതൊന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ഐ ആം ലീസ്റ്റ് സാറ്റിസ്ഫൈഡ് നൗ. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ്? വളരെ കുറഞ്ഞ രീതിയിലാണ്. ഐ ആം ലീസ്റ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ വാട്ട് ഐ യൂസ് ടു എൻജോയ് ദ മോസ്റ്റ്.
പണ്ട് ഞാൻ നന്നായി ആസ്വദിച്ചിരുന്നു, പക്ഷേ അതിനൊക്കെ ഇന്ന് എനിക്കെന്താണ്, അതെല്ലാം സാറ്റിസ്ഫൈഡായി, ലീസ്റ്റ് സാറ്റിസ്ഫൈഡാണ്, സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. അതുപോലെ തന്നെ യെറ്റ് ഇൻ ദീസ് തോട്ട്സ് മൈസെൽഫ് ആൾമോസ്റ്റ് ഡെസ്പൈസിങ് ആസ് ഐ ഡെസ്പൈസ് മൈസെൽഫ് വിച്ച് സച്ച് തോട്ട്സ്. അല്ലെ, ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളാൽ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുകയാണ്. അല്ലേ, ഡെസ്പൈസ് എന്ന് പറഞ്ഞാൽ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യെറ്റ് ദീസ് തോട്ട്സ് മൈസെൽഫ് ആൾമോസ്റ്റ് ഡെസ്പൈസിങ്. അല്ലേ, ഞാൻ എപ്പോഴും എന്നെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്താണ് ഹാപ്പിലി ഐ തിങ്ക് ഓൺ ദി. അല്ലേ, ഹാപ്പിലി ഐ തിങ്ക് ഓൺ ദി ആൻഡ് ദെൻ മൈ സ്റ്റേറ്റ്. സഡൻലി ഐ തിങ്ക് ഓഫ് യു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് നിൻ്റെ ചിന്ത കടന്നു വരുന്നത്. ആൻഡ് ദെൻ മൈ സോറോ സഡൻലി ചേഞ്ചസ് ടു ജോയ്. പെട്ടെന്ന് തന്നെ ആൻഡ് ദെൻ മൈ സ്റ്റേറ്റ്. അല്ലേ, എൻ്റെ ഒരു അവസ്ഥ എന്തായി മാറി? ലൈക്ക് ടു ദ ലാർക്ക് അറ്റ് ദ ബ്രേക്ക് ഓഫ് ഡേ അറൈസിങ് ഫ്രം സുളൻ എർത്ത്. ഏതുപോലെ ഞാൻ നിന്നെ ചിന്തിച്ചപ്പോൾ, അല്ലേ, സഡൻലി ഐ തിങ്ക് ഓഫ് യു ദെൻ മൈ സോറോ സഡൻലി ചേഞ്ചസ്. പെട്ടെന്ന് തന്നെ എൻ്റെ ദുഃഖമെല്ലാം പോയി. ഏതുപോലെ? ലൈക്ക് ദ ലാർക്ക്. അല്ലേ, വാനമ്പാടിയെ പോലെ. റൈസസ് ഫ്രം ദ ഡാർക്ക് എർത്ത് ഇൻ ദ ഏർലി മോർണിംഗ്. വെളുപ്പാൻ കാലത്ത് വാനമ്പാടി പറന്നുയരുന്ന ആ ഒരു സന്തോഷം പോലെയാണ് എനിക്ക് തോന്നുന്നത്. As the lark sings, I too start singing hymns to the heaven. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഹാപ്പിലി ഐ തിങ്ക് ഓൺ ദി. ദി മീൻസ് യു. ആൻഡ് ദെൻ മൈ സ്റ്റേറ്റ് സിങ്സ് ഹിംസ് ടു അറ്റ് ഹെവൻസ് ഗേറ്റ്. വാനമ്പാടി പാടുന്ന പോലെ ഞാനും ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. ഫോർ ദൈ സ്വീറ്റ് ലവ് റിമെമ്പേർഡ് സച്ച് വെൽത്ത് ബ്രിങ്സ്. തിങ്കിങ് ഓഫ് യുവർ ലവ്. നിൻ്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ബ്രിങ്സ് മീ സച്ച് ഹാപ്പിനെസ്. എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ദാറ്റ് ദെൻ ഐ സ്കോൺ ടു ചേഞ്ച് മൈ സ്റ്റേറ്റ് വിത്ത് കിങ്സ്. ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഐ ആം നൗ സോ ഹാപ്പി ദാറ്റ് ഐ വുഡ് നോട്ട് ഈവൻ ലൈക്ക് ടു എക്സ്ചേഞ്ച് മൈ പൊസിഷൻ വിത്ത് കിങ്സ് ബിക്കോസ് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ വളരെയധികം സന്തോഷവാനായതുകൊണ്ട് ഈ ഒരു സ്ഥിതിയിൽ രാജാവായിട്ട് പോലും എൻ്റെ സ്ഥാനം വെച്ചു മാറാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. എനിക്ക് ഇപ്പോൾ രാജാവാകണമെന്നോ ചോദിച്ചാൽ പോലും ഞാൻ ഒരിക്കലും ആവുകയില്ല. കാരണം ഞാൻ അത്രമാത്രം സന്തോഷവും സന്തുഷ്ടിയുമാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലൈനുകളിലൂടെ അദ്ദേഹം ഒരു പ്രശ്നത്തെ അവതരിപ്പിച്ചു. അവസാനത്തെ ഈ കപ്ലറ്റിലൂടെയാണ് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം അദ്ദേഹം കാണുന്നത്. നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഫോർ ദൈ എന്ന് പറഞ്ഞാൽ യുവർ സ്വീറ്റ് ലവ് റിമെമ്പേർഡ് സച്ച് വെൽത്ത് ബ്രിങ്സ്. അല്ലേ, നല്ല സന്തോഷമാണ് എനിക്ക് കൊണ്ടുവന്നത്. ഐ ആം നൗ സോ ഹാപ്പി സോ ഐ വുഡ് നോട്ട് ഈവൻ ടു ലൈക്ക് മൈ പൊസിഷൻ ടു എ കിങ് ബിക്കോസ് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സോണറ്റ് 29 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.